dear children, welcome to Kids Area Online, Class 3 EVS. പരിസര പഠനം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഓണം എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? EVS എക്സാം ഈസി ആയിരുന്നോ? ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? ആൻസേഴ്സ് ഒക്കെ അറിയണ്ടേ? നോക്കാവോ? യെസ്, റെഡി. ഓക്കെ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ തന്നെ മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സിൻ്റെ അടുത്ത ബാച്ചും സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനും താല്പര്യമുള്ളവർ, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ളവർ ആ കോഴ്സിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി 1A 1B ഉണ്ട്. ഇതിലെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. Activity 1A, parts of plant. There are many plants in Anu's garden. The picture of one such plant is given. Label the parts of the plant and connect them by drawing lines. ഇത് അനുവിൻ്റെ വീട്ടിലെ ഗാർഡനിലെ ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തി വരച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ലീഫ് നൽകിയിട്ടുണ്ട്. ഇത് ഫ്ലവർ ആണ്, ഫ്ലവർ. ഇത് സ്റ്റെം ആണ്, സ്റ്റെം. ഇത് റൂട്ട്, വേരാണ്. ഓക്കെ, ലീഫ്, ഫ്ലവർ, സ്റ്റെം, റൂട്ട്. അതിൽ ബി ചോദ്യം, പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൻ ബിലോ. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾ പ്ലാന്റ്സ് ഹാവ് ഫ്ലവേഴ്സ്. എല്ലാ സസ്യങ്ങൾക്കും പൂക്കളുണ്ട്. നോ. പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. ചെടികൾക്ക് വളരാൻ വെള്ളം വേണം. ശരിയാണ്. ഓൾ പ്ലാന്റ്സ് ഹാവ് ലീവ്സ് ഓഫ് ദ സെയിം സൈസ്. എല്ലാ ചെടികളുടെയും ഇലകൾ ഒരേ വലിപ്പമാണ്. നോ, തെറ്റാണ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഹാവ് ലീവ്സ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്സ്. ഓരോ പ്ലാന്റ്സിനും ഓരോ ഷേപ്പിലുള്ള ഇലകളാണ്, ഓരോ ആകൃതിയിലുള്ള ഇലകളാണ്. ശരി. അപ്പോൾ ബിയും ഡിയുമാണ് ശരി ഉത്തരം. ആക്ടിവിറ്റി 1B, 1A അല്ലെങ്കിൽ 1B എഴുതിയാൽ മതി. 1B, വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഓഫ് ദ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം കാറ്റഗറി. ഇവിടെ പേടി ഏതുമായിട്ടാണ് വരിക? പേടി ഏതാണ് വരിക? തുമ്പ, ചെറുചെടികളാണ് അല്ലേ? മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ. ഹിബിസ്കസ്, റോസ്. പംകിൻ, ക്രീപ്പറാണ്, ബിറ്റർ ഗാർഡ്. ഓക്കെ, അപ്പോൾ ഏതാ വരിക? ഒന്നാമത്തത് 8 വരുന്നത് ബി ആണ്. 1, 8, 2, 5, 3, 6, 4, 7 ഇങ്ങനെയാണ് മാച്ച് ആവുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1Bയിൽ ബി ചോദ്യം, there are different types of flowers in nature. Find out the benefits of flowers and write. ഫ്ലവേഴ്സ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ്. യൂസ് ടു ഡെക്കറേഷൻ ആൻഡ് ഫ്രാഗ്രൻസ്. അലങ്കരിക്കാനും മണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പ്രൊവൈഡ് നെക്ടർ ഫോർ ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ്. പൂന്തേനിന് വേണ്ടിയിട്ട്, പൂമ്പാറ്റകൾക്കും തേനീച്ചകൾക്കും പൂന്തേനിന് വേണ്ടിയിട്ട് പൂക്കൾ ആവശ്യമാണ്. യൂസ് ടു മേക്ക് മെഡിസിൻസ് ആൻഡ് പെർഫ്യൂംസ്. മരുന്നുണ്ടാക്കാനും പെർഫ്യൂംസ് ഉണ്ടാക്കാനും ഈ ഫ്ലവേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ആക്ടിവിറ്റി 2, ന്യൂ പ്ലാന്റ്സ്. Various stages of plant growth are given below. Number them in order 1, 2, 3, 4, 5 starting from the first stage. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? സീഡ് ജെർമിനേറ്റ്സ് ആണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത് വരുന്നത് ദ ഫസ്റ്റ് ലീവ് സ്പ്രൗട്ട്സ്. മൂന്നാമത് ടു ലീവ്സ് കം ഔട്ട്. മൂന്നാമത്തത് ഓക്കെ, 2 leaves comes out മൂന്നാമത്തത്. നാലാമത്തത് ഫ്ലവർ ബ്ലൂംസ്. അഞ്ചാമത്തത് ഫ്രൂട്ട്സ് അപ്പിയർ. ഇവിടെ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, നിശാഗന്ധി, പീ പ്ലാന്റ്. ഇതിൽ വോർഡ് 1 ഏതാണ്? മിറാക്കിൾ ലീഫ് പ്ലാന്റും നിശാഗന്ധിയും ഇലയിൽ നിന്ന് മുളയ്ക്കുന്നതാണ്. അപ്പോൾ പീ പ്ലാന്റ് ആണ്, പയറാണ് ഇതിൽ നിന്ന് ഓഡ് 1. ഗ്രൂപ്പ് 2, ജാസ്മിൻ, റോസ്, മാംഗോ ട്രീ. ജാസ്മിനും റോസും കമ്പ് നട്ട് മുളയ്ക്കുന്നതാണ്. മാംഗോ ട്രീ അതൊരു ട്രീ ആണ്, വിത്ത് നട്ടാണ് മുളയ്ക്കുന്നത്. ഹിബിസ്കസ്, കറി ലീവ്സ്, ചെത്തി. ഹിബിസ്കസും ചെത്തിയും കമ്പ് നട്ടാണ് മുളയ്ക്കുന്നത്. കറി ലീവ്സ് വേരല്ലെങ്കിൽ വിത്ത്. അപ്പോൾ കറി ലീവ്സ് ആണ് ആൻസർ. മൂന്നാമത്തേത്, ലെറ്റസ് പ്രൊട്ടക്ട് പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഹാവ് മെനി ബെനിഫിറ്റ്സ്. വി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫ്രഷ് എയർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ. പ്രിപ്പയർ എ പോസ്റ്റർ ടു പ്രൊമോട്ട് ദ ഐഡിയ ദാറ്റ് പ്ലാന്റ്സ് മസ്റ്റ് ബി കൺസേർവ്ഡ്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ് വെച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ഫ്രഷ് എയറിനും ഫുഡിനും ഷെൽട്ടറിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്.
നമുക്ക് ഈ ഒരു ഡയലോഗ് ഉപയോഗിക്കാം. ഇത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സേവ് പ്ലാൻ സേവ് ലൈഫ്. ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി 4A 4B ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4A വരുന്നത് catching the prey features. Every living organism has physical features suitable for catching their prey. Find such features of creatures given below. ലയൺ എന്തൊക്കെയാണ്? എബിലിറ്റി ടു റൺ ഫാസ്റ്റ്, വേഗത്തിൽ ഓടാൻ കഴിയും. ഷാർപ്പ് ടീത്ത്, നല്ല മൂർച്ചുള്ള പല്ലുണ്ട്. ആൻഡ് സ്ട്രോങ് ക്ലാസ്, നഖങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഇനി ഈഗിൾ, ഷാർപ്പ് ഐസൈറ്റ്, നല്ല കാഴ്ചശക്തിയാണ് അല്ലേ. കർവ്ഡ് ആൻഡ് ഷാർപ്പ് ബീക്ക്, വളഞ്ഞ് മൂർച്ചയുള്ള ചുണ്ടുണ്ട്. സ്ട്രോങ് ക്ലോസ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാദങ്ങൾ, നഖങ്ങളുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ 2 creatures that catch prey by sticking out their tongue. ടങ് ഉപയോഗിച്ച്, നാവ് ഉപയോഗിച്ചിട്ട് ഇര പിടിക്കുന്ന രണ്ട് അനിമൽസിൻ്റെ ക്രീച്ചേഴ്സിൻ്റെ പേര് എഴുതാനാണ്. ഫ്രോഗ്, ലിസാർഡ്, അതുപോലെ ക്യാംലിയോൺ, ഓന്ത്. ഫ്രോഗ് തവള, ലിസാർഡ് പല്ലി, ക്യാംലിയോൺ ഓന്ത്. ഇത് മൂന്നും നാക്ക് ഉപയോഗിച്ചാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്. ആക്ടിവിറ്റി 4B വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ്. Complete the table given below based on the physical features and mode of movement of organism. Movement അനുസരിച്ച് എഴുതാനാണ്. ക്രീച്ചർ, ബോഡി ഫീച്ചേഴ്സ്, മൂവ്മെൻറ്റ്. ഫിഷ്, ബോഡി വിത്ത് പോയിൻറ്റഡ് എൻഡ്സ് ഉണ്ട്, പിന്നെ ഫിൻസ് ഉണ്ട്. മൂവ്മെൻറ്റ് എങ്ങനെയാണ്? സ്വിം ആണ്. ഡോഗ് ഹാവ് ലെഗ്സ്, പിന്നെ ഹാവ് വിങ്സ്, ഹാവ് ഫെദേഴ്സ്, അതൊക്കെ എഴുതാം. ഡോഗ് വാക്ക് ചെയ്യും, പിന്നെ ഫ്ലൈ ചെയ്യും. ഓക്കെ, ഫ്ലൈസ്, പറക്കും. സ്നേക്ക് യൂസസ് ദ ഹോൾ ബോഡി ഫോർ മൂവ്മെൻറ്റ്, മുഴുവൻ ഉപയോഗിക്കും, ഹോൾ ബോഡി മുഴുവൻ ഉപയോഗിക്കും. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാക്ക് ബോൺ ഉണ്ടെന്ന് എഴുതാം. സ്വിം ചെയ്യും. വേറെ എന്താ? ക്രോൾസ്, ഇഴയും. ഇതാണ് സ്നേക്കിൻ്റെ മൂവ്മെൻറ്റ്. അറേഞ്ച് ദ ഗിവൻ ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദെയർ ബോഡീസ്. സൈസ് അനുസരിച്ച് എഴുതാനാണ്. ആൻറ്റ് ആണ് ഫസ്റ്റ് വരേണ്ടത്, എലിഫൻ്റ് ആണ് ലാസ്റ്റ് വരേണ്ടത്. അപ്പോൾ ആൻറ്റ് ആണ് ഏറ്റവും ചെറുത്. ഇവിടെ നൽകിയിരിക്കുന്ന ആൻറ്റിനേക്കാളും വലുത് കോക്രോച്ചാണ്. കോക്രോച്ചിനേക്കാളും നെക്സ്റ്റ് അടുത്ത് വലുത് ക്യാറ്റാണ്. ക്യാറ്റിനേക്കാളും അടുത്ത് വലുത് ഗോട്ടാണ്. ഗോട്ടിനേക്കാളും കുറച്ചുകൂടി വലുതാണ് കൗ. കൗവിനേക്കാളും വലുതാണ് എലിഫൻറ്റ്. അപ്പോൾ ആൻറ്റ്, കോക്രോച്ച്, ക്യാറ്റ്, ഗോട്ട്, കൗ, എലിഫൻറ്റ്. ഇതാണ് സൈസ് അനുസരിച്ചിട്ടുള്ള ക്രീച്ചേഴ്സിൻ്റെ ഓർഡർ. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റി, ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. എ പിക്ചർ ഫ്രം ദ ഒബ്സർവേഷൻ ഡയറി ഓഫ് മിത്ര ഈസ് ഗിവൺ ബിലോ. മിത്രയുടെ ഒബ്സർവേഷൻ ഡയറിയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ്. എ ബട്ടർഫ്ലൈ, ബി എഗ്, സി ലാവ അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്നും എഴുതും. ഡി പ്യൂപ്പ. Write the name of the plant that should be grown in the butterfly garden to attract butterflies. ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാവുന്ന പ്ലാന്റ്സ്. അത് ഓരോരുത്തരും ഓരോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇഷ്ടമുള്ളത് എഴുതാം. മിൽക്ക് വീഡ്, ലെമൺ പ്ലാന്റ്, കാലട്രോപ്പീസ്, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് എഴുതാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആർ ടു ബി ഗ്രോൺ ഇൻ ബട്ടർഫ്ലൈ ഗാർഡൻ. ഗിവ് റീസൺ. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബട്ടർഫ്ലൈ ഗാർഡനിൽ എന്തുകൊണ്ടാണ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് വളർത്തുന്നത്, അതെന്തുകൊണ്ടാണ്, വ്യത്യസ്തമായ പ്ലാന്റുകൾ വളർത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന് ഉത്തരം റീസൺ എഴുതുക എന്നുള്ളതായിരുന്നു. കാരണം തേനീച്ചകൾക്ക് പലതരം പൂക്കളിൽ നിന്നുള്ള തേൻ വേണം, അതുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആൻസർ എഴുതാനായിരുന്നു സി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ EVS ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം ഈസി ആയിരുന്നു, എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി വൈകിട്ട് ക്ലാസ്സിൽ കാണാം. എല്ലാവരും നാളത്തെ എക്സാമിനായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. Okay children, bye bye. Thank you.